മഹാഭാരതത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ ആരായിരുന്നു? ദ്രൗപദിയും മാതാ രുക്മിണിയും മഹാഭാരതത്തിലെ ഏറ്റവും സുന്ദരികളായ സ്ത്രീകളായിരുന്നു. അവരുടെ സൗന്ദര്യം മഹാഭാരതത്തിലെ മറ്റാരുമായും താരതമ്യം ചെയ്യാൻ കഴിയില്ല. ദ്രൗപദി പാഞ്ചാലി എന്നും അറിയപ്പെടുന്നു. വേദവ്യാസൻ മഹാഭാരതത്തിൽ അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. കറുത്ത നിറമുണ്ടായിരുന്നിട്ടും അവൾ അപ്സരയെപ്പോലെയായിരുന്നു. താമര പോലുള്ള മുഖവും പാദങ്ങളും അവൾക്കുണ്ടായിരുന്നു. അവൾ ശചിയുടെ ഇന്ദ്രന്റെ ഭാര്യ അവതാരമായിരുന്നു. 5 പാണ്ഡവരുടെയും ആദ്യ ഭാര്യയും ഹസ്തിനപുരിയിലെ രാജ്ഞിയുമായിരുന്നു അവൾ. രുക്മിണി മഹാലക്ഷ്മിയുടെ അവതാരവും പ്രദ്യുമ്നന്റെ അമ്മയും സൗന്ദര്യത്തിന്റെ ദേവനായ കാമദേവന്റെ അവതാരം ആയതിനാൽ വളരെ സുന്ദരിയായിരുന്നു. മഹാഭാരതത്തിൽ വേദവ്യാസൻ ദേവി രുക്മിണിയെ പരാമർശിച്ചിട്ടുണ്ട്. താമര പോലുള്ള മുഖവും പാദങ്ങളും ഉള്ളവൾ എന്നർത്ഥം വരുന്ന രുചിച്ചന എന്ന പേരിലും അവർ അറിയപ്പെടുന്നു. ചന്ദ്രനേക്കാൾ 1000 മടങ്ങ് തിളക്കമുള്ളതിനാൽ ദേവതകൾക്ക് പോലും അവരെ എളുപ്പത്തിൽ കാണാൻ കഴിയാത്തത്ര സുന്ദരിയായിരുന്നു അവർ. കൃഷ്ണന്റെ പ്രിയപ്പെട്ടവളും ആദ്യത്തേതും ദ്വാരക രാജ്ഞിയുമായിരുന്നു അവർ.